ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കയറി വന്നു. 2 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, നബിയേ അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്. കോടാനുകോടി മനുഷ്യരുണ്ട്. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? രണ്ടാമത്തെ ചോദ്യം, വഅഹബ്ബുൽ അഅമാലു ഇലല്ലാഹ്. ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ പലരും ചെയ്യുന്നുണ്ട് നബിയെ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? ഈ ചോദ്യത്തിന് നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഒന്നാമത്തെ ചോദ്യം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരോടാണെന്ന ചോദ്യത്തിന് മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരോട് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാരാണോ അവരെയാണ് അല്ലാഹുക്ക് ഇഷ്ടം. അവിടെയാണ് നമ്മുടെ മനസ്സ് കൊണ്ടുവെക്കേണ്ടത്. മനുഷ്യർക്ക് ഏറെ ഉപകാരമുള്ള ഒരാളായി മാറുക എന്നതാണ് അല്ലാഹുക്ക് ഒരാളെ ഇഷ്ടപ്പെടാനുള്ള വലിയ ഒരു കാരണം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി നബി തങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്നാൽ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സുറൂറാകുന്ന സന്തോഷം നിറക്കലാണ്. ഇന്ന് നമ്മൾ എത്ര മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിച്ചു? ഇന്ന് നമ്മൾ എത്ര പേരെ ചിരിപ്പിച്ചു? നന്മ കൊണ്ട്, സന്തോഷം കൊണ്ട് എത്ര മനസ്സുകളിൽ, ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു? നമ്മൾ ഇന്ന് എത്ര പേരോട് നല്ല വാക്ക് പറഞ്ഞു? വീട്ടിൽ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് നമ്മുടെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു കർമ്മത്തിന് ഒരു പ്രശംസയുടെ വാക്ക് നമ്മൾ ഇന്ന് പറഞ്ഞു. നമ്മുടെ മക്കൾ ഇന്ന് എന്തൊക്കെയോ സഹായം നമുക്ക് ചെയ്തെന്നു. ഒരു നല്ല അംഗീകാരം നമ്മുടെ വാക്കിന്ന് വന്നോ? ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ മറ്റൊരു മുഅ്മിനിനെ, മനുഷ്യനെ, മുസ്ലിമിനെ സന്തോഷിപ്പിച്ചാൽ അല്ലാഹുക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഔ തക്ഷിഫു അൻഹു ഖുർബതൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രയാസം നീക്കിക്കൊടുക്കുക എന്നത് അല്ലാഹുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഔ തത്റുദു അൻഹു ജൂആ, അല്ലെങ്കിൽ അവന്റെ വിശപ്പിന് പരിഹാരമായി വിശപ്പ് മാറ്റാൻ, വിശപ്പുരഹിത ഭവനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവനായാൽ അതും അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഔ തഖ്ദീ അൻഹു ദൈനാ, കടം കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കടത്തിനു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അതും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഇത് അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊക്കെ അള്ളാന്റെ മുഹിബ്ബീങ്ങളായി മാറാൻ ആഗ്രഹിക്കുന്നവരാ. അള്ളാഹ് ഒരാളെ സ്നേഹിച്ചാൽ ആകാശ ലോകത്തുനിന്ന് ജിബ്രീലിനോട് പറയും, ജിബ്രീലേ അവനെ എനിക്കിഷ്ടമാണ്, നീ അവനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ 7-ാം ആകാശത്തിന്റെ മുകളിൽ പോയിട്ട് പറയും, നമ്മുടെ റബ്ബിന് ഇന്ന വ്യക്തിനെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ എല്ലാവരും ആ വ്യക്തിനെ ഇഷ്ടപ്പെടണം. എന്തൊരു വലിയ സ്ഥാനാണ് കിട്ടുന്നത്. എങ്കിൽ ആ ഇഷ്ടം കിട്ടാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുന്ന ആളുകൾ 30-ലേറെ സ്ഥലത്ത് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ സൂറത്തുർ റഹ്മാനിൽ പറയുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിന്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ പറയുന്നുണ്ട്. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, ഓരോ വർണ്ണനകൾ വിശദീകരിച്ചവർ ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. വായിക്കണം നമ്മൾ. അതിലൊരു പരാമർശമുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തവർക്ക് നന്മയല്ലാതെ മറ്റെന്ത് പ്രതിഫലമാ കൊടുക്കാനുള്ളത്? സ്വർഗം ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ, ഇഹ്സാൻ ഭൂമിയിലുള്ള മനുഷ്യരോട് സുഹൃതം ചെയ്തവർക്ക് സ്വർഗമാകുന്ന ഇഹ്സാൻ അല്ലാതെ വേറെന്ത് കൂലിയാ കൊടുക്കാനുള്ളത്? നിങ്ങൾ 2 സൃഷ്ടി വിഭാഗങ്ങൾ എന്തിനാണ് അള്ളാനെ നിഷേധിക്കുന്നത്? അതിനു പുറമേ അവർക്ക് 2 സ്വർഗം വേറെയും കൊടുക്കുന്നതാണ്. ഇങ്ങനെ വിശദീകരിച്ചപ്പോ മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയാണ്, എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ദുനിയാവിൽ മനുഷ്യർക്ക് സുഹൃതങ്ങൾ ചെയ്തു കൊടുത്താൽ പരലോകത്ത് അല്ലാഹ് അവൻക്ക് സുഹൃതമാകുന്ന സ്വർഗം കൊടുക്കും. നമ്മുടെ ചുറ്റുവട്ടത്ത് കുറെ മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ, അവരോട് മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ ഒരു ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്, അതുപോലും ഇബാദത്താണ് പഠിപ്പിച്ചതെങ്കിൽ നമ്മൾ എത്ര നല്ല മനുഷ്യരായി മാറാനുണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നല്ലാഹ തആല കരീം യുഹിബ്ബുൽ കറമ. അല്ലാഹു ഭയങ്കരമായ ഉദാരനാണ്, അല്ലാഹു ഉദാരത ഇഷ്ടപ്പെടുന്നവനാണ്.
വമൻ റഹിമ ഇബാദ, ഏതെങ്കിലും ഒരു അടിമയോട് ആരെങ്കിലും കരുണ കാണിച്ചാൽ റഹിമഹുല്ലാഹ്, അല്ലാഹ് അവനോട് കരുണ കാണിക്കും. നമ്മളൊരു ജീവിനോട് കരുണ കാണിച്ചാൽ അല്ലാഹ് നമ്മളോടൊരു കരുണ കാണിക്കും. വമൻ അദ്ഖല സുറൂറ അലാ ഖൽബിൻ ഗൈരിഹി, അവനല്ലാത്ത മറ്റൊരാളുടെ കൽബിലേക്ക് ഒരു സന്തോഷം ഇട്ടുകൊടുത്താൽ അദ്ഖലല്ലാഹു സുറൂറ അലാ ഖൽബിഹി, ആ ചെയ്ത വ്യക്തിയുടെ കൽബിലേക്ക് അല്ലാഹ് ഒരു സന്തോഷം ഇട്ടുകൊടുക്കും. എന്തൊക്കെ തീക്കനലിന്റെ ഉള്ളിലാണ് അയാൾ ജീവിക്കുന്നതെങ്കിലും ഒരു വെള്ളം അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, ഒരു സന്തോഷം നിറച്ചു കൊടുക്കും. എവിടെ? ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും പരലോകത്തിലും അയാൾക്ക് ഒരുപാട് സന്തോഷം അല്ലാഹ് കൊടുക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിന്റെ അടിമകൾക്കിടയിൽ നമ്മുടെ വക സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞു, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ദാനം ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ആരോഗ്യരംഗത്തിൽ ക്ഷീണിക്കുന്ന രോഗികളെ സഹായിക്കണമെങ്കിൽ അതിനുള്ള ഒരുപാട് കപ്പാസിറ്റി വേണം. എന്നാൽ ഇനി പറയുന്ന യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് പറയാണ്, നിനക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 3 സഹായങ്ങളുണ്ട്. ലിയകുൻ ഹല്ലുൽ മുഅ്മിനി മിൻക സലാസ, നിന്നെ കൊണ്ട് ഒരു മുഅ്മിനിന് 3 കാര്യങ്ങൾ കിട്ടാൻ മതി. വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാവുന്നതാണ്, ആർക്കും പറ്റുന്നതാണ്. ഇല്ലം തൻഫഉഹു ഫലാ തദുറ, നിന്നെ കൊണ്ട് ഒരു ഉപകാരം അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് അയാളെ ഉപദ്രവിക്കാതിരുന്നാ മതി. ആർക്കാ പറ്റാത്തത്? ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുക. സഹായിക്കാൻ പറ്റണില്ലേ? വേണ്ട. നിന്നെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ലാതിരിക്കലാണ് വലിയ ഗുണമാണ്. 2 വഇല്ലം തുഫ്രിഹു, നിനക്കൊരാളെ സന്തോഷിപ്പിച്ച് ഹാപ്പിയാക്കാൻ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോട്ടെ, ഫലാ തഗുമ്മ, നീ ഒരാളെയും വിഷമിപ്പിക്കാതിരുന്നാ മതി. സന്തോഷിപ്പിക്കലാണ് വലിയ പണി, അതൊക്കെ പറ്റണില്ലേ? വേണ്ട. നീ ഒരാളെ വെറുതെ സമാധാനം കെടുത്താതിരിക്കുക, നീ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക, ചെയ്താൽ മതി. വലിയ കാര്യമാണ്. 3 വഇല്ലം തംദഹു, ഒരു വിശ്വാസിയിൽ, ഒരു മനുഷ്യനിൽ വല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് പ്രശംസിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഫലാ തദുമ്മ, അവനെ ആക്ഷേപിക്കാതിരുന്നാൽ മതി. മറ്റൊരാളെ പ്രശംസിക്കുക, അംഗീകരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഭയങ്കര ഭാരമുള്ള കാര്യമായിരിക്കും. നിനക്കത് പ്രയാസമാണോ? നീ അയാളെ കുറ്റപ്പെടുത്താതിരുന്നാൽ മതി, ആക്ഷേപിക്കാതിരുന്നാൽ മതി. ഇന്നത്തെ തന്നെ അയാൾക്ക് സമാധാനമായിരിക്കും. ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് സമാധാനം കൊടുക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് എത്ര വലിയ നേട്ടമാണെന്ന് പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒരു വിശ്വാസിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അംഗീകാരം കൊടുക്കുക. ഒരാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുക, ആശംസകൾ പ്രശംസിക്കുക. അത് വലിയ നല്ല കാര്യമായി, നീ അത് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ആ കാര്യം ഭയങ്കര ഉപകാരമായി. ഒരു നല്ല പ്രശംസ ചെയ്യുന്ന നന്മക്ക് വേണ്ടി അംഗീകാരം കൊടുക്കുക. 2 സമ്മാനങ്ങൾ നൽകുക. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ സുഹൃത്തിന്, നമ്മുടെ സഹോദരന് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന വീട്ടിലെ വിഭവങ്ങളാവാം, നമ്മുടെ കൃഷി വിഭവങ്ങളാവാം, നമ്മുടെ കച്ചവട വസ്തുക്കളാവാം. തഹാദോ തഹാബോ, ഹദിയ ചെയ്തോ, സമ്മാനം കൊടുത്തോ, നിങ്ങൾക്കിടയിൽ സ്നേഹം കൂടും. 3 സലാം പറയുക. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം സന്തോഷം. നമ്മളൊരു സലാം ഒരാളോട് പറയുന്നതിലുണ്ടാകുന്ന ഒരു ആനന്ദം അതിലുണ്ട്. 4 ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അയാളുടെ കൂടെ നിൽക്കുക. പൈസ ഉണ്ടായപ്പോൾ, നല്ല ജോലി ഉണ്ടായപ്പോൾ, ഗൾഫിൽ നിന്ന് ഇങ്ങനെ മാസം മാസം വരുമാനം വന്നപ്പോൾ നമ്മളിപ്പോൾ കുറെ ചങ്കുകളുണ്ടായിരുന്നു. ചക്കരമ ഈ ചൊട്ടിയെ പോലെ നമ്മുടെ പിന്നാലെ കുറെ മനുഷ്യന്മാരുണ്ടാകും. നമ്മളൊന്ന് തളർന്ന് കരക്കിരുന്നാൽ, സൈഡിലിരുന്നാൽ പിന്നെ നമ്മൾ ഫക്കീറാണ്, മിസ്കീനാണ്, ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇന്നത്തെ കാലത്ത് നാട്ടിൽ ആളുണ്ടാവില്ല. എന്നാൽ ഞാനും നിങ്ങളും തിരിച്ചു വരണം. ദാരിദ്ര്യാവസ്ഥയിൽ, വിഷമാവസ്ഥയിൽ, എല്ലാം തകർന്ന് തരിപ്പണമായവന്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. അതൊരു വലിയ പാഠമാണ്. അത് എന്നും ആർക്കും എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് ഹദീസിന്റെ 1-ാമത്തെ ഭാഗം അതാണ്. 2-ാമത് പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ സന്തോഷിപ്പിക്കാൻ തക്ഷിഫു അൻഹു കുർബത്തൻ, അയാൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ മാറ്റിക്കൊടുക്കാൻ പറ്റുന്നത് മാറ്റിക്കൊടുക്കുക. ഇന്ന് ജീവിതത്തിൽ മനുഷ്യന്മാർ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന ഒട്ടനേകം പ്രതിസന്ധികൾ ഉണ്ടാകും. അതിൽ തുണയായി നമ്മൾ കൂടെ ഉണ്ടാവേണ്ടവരും. രോഗം കൊണ്ടും കുടുംബത്തിലെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ടും കുർബത്തുകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതിന് എങ്ങനെയെങ്കിലും ഒരു മോചനം കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ചിലപ്പോൾ ഒരു അഭിപ്രായം, ചിലപ്പോൾ അല്പം പണം, ചിലപ്പോൾ ഒരു വീടിൻ്റെ 4 കട്ട, ചിലപ്പോൾ ഒരു 10 ചാക്ക് സിമന്റ് കൊണ്ട് എവിടെയാണോ നമുക്കൊരാളുടെ പ്രയാസം മാറ്റിക്കൊടുക്കാൻ പറ്റുക അവിടെ നമ്മൾ ഉണ്ടാവണം. ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ പ്രയാസം ദുനിയാവിൽ മാറ്റിക്കൊടുത്താൽ ആരുമാരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് അവന്റെ പ്രയാസം അല്ലാഹ് മാറ്റിക്കൊടുക്കുന്നതാണ്.
അള്ളാഹ് പ്രയാസം മാറ്റിത്തരും. അതിനുള്ള വഴികൾ നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യരായ നമ്മൾ ചിന്തിക്കണം. ആരാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കണം. എല്ലാവരെയും ഒരേ അവസ്ഥയിൽ കാണാൻ പാടില്ല. ചില ആളുകളുടെ ഇരുത്തം, ചില ആളുകളുടെ മുഖഭാവം, ചില ആളുകളുടെ മൂകത അയാളുടെ വിഷമത്തിന്റെ അടയാളാണ്. അപ്പോൾ നമ്മൾ അയാളെ ഒന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തി അല്പനേരം സംസാരിച്ചു നോക്കണം. അപ്പോൾ ചിലപ്പോൾ ഉള്ളു തുറക്കാം, ചിലപ്പോൾ വിങ്ങിപ്പൊട്ടി കരയാം. ഇതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ തുറന്നു പറയാൻ പോലും ഇന്ന് ആളില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് തണലാകാൻ ചിലപ്പോൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, ദാമ്പത്യങ്ങളിൽ, അയൽപക്കങ്ങളിൽ, ജ്യേഷ്ഠാനുജന്മാരിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും. ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? ഒരു മധ്യസ്ഥനായി നിന്ന് ഇവർക്കിടയിൽ ഒരു സുൽഹുണ്ടാക്കി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കൽ വലിയ നേട്ടമായിട്ടാണ് ഉലമാക്കന്മാർ എണ്ണിയത്. ശാരീരികമായി സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒരു രോഗിയെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ, ചിലപ്പോൾ കിടപ്പിലായ ഒരു രോഗിനെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കാൻ, ചിലപ്പോൾ മുറി ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുറി ഒന്ന് കെട്ടിക്കൊടുക്കാൻ, നമ്മളെ ശരീരം കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ചില സഹായങ്ങളുണ്ട്. അത് നമുക്ക് പറ്റാവുന്ന വലിയ നേട്ടമാണ്. ഹദീസിന്റെ 3-ാമത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? തഖ്ദി അൻഹു ദൈനൻ, കടം കൊണ്ട് പ്രയാസപ്പെട്ടവന്റെ കടത്തിന്റെ കാര്യത്തിൽ സഹായിക്കാം. ഇതെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആവശ്യമില്ലാതെ 1 രൂപ കടം മേടിക്കുന്നത്, തട്ടിപ്പിനും വെട്ടിപ്പിനും വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി, മറ്റുള്ളവനെ പോലെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തും കടം പേടിച്ചും ജീവിക്കുന്നവർ അവസാനം അപമാനഭാരത്തോടെ നാട്ടിൽ ജീവിക്കും. ഒരു വേള ആ മനുഷ്യർ മരിച്ചാൽ പോലും ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അയാളൊരു തട്ടിപ്പുകാരനാണെന്ന വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പരിസരത്തുണ്ടായ ഒട്ടനേകം സംഭവങ്ങൾ, മരിച്ചിട്ടും തീരാത്ത മുറിപ്പാടുകളുമായി കടം കൊണ്ട് നെരുങ്ങിയമരുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോരുത്തരും ചിന്തിക്കുക. എന്നാൽ ഒരു മനുഷ്യൻ അത്യാവശ്യ ഘട്ടത്തിൽ ചികിത്സക്കും വീടിനും വേണ്ടി കടം മേടിക്കേണ്ടി വന്നാൽ, അയാൾക്കത് വീട്ടാൻ കഴിയാതെ വരികയാണെങ്കിൽ നീ അതിൽ നിന്ന് അയാളെ സഹായിക്കുക എന്നത് ഒരു വലിയ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ആ വിഷയം എടുത്ത് പറയുന്നുണ്ട്. ചിലപ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച ശർഹ് വായിച്ചാൽ കാണും, അവനെ സാവകാശം കൊടുക്കാൻ പറ്റുമെങ്കിൽ സാവകാശം കൊടുക്കാം, സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ സമയം കൊടുക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയാണ്, റഹിമല്ലാഹു റജുലൻ, അല്ലാഹ് ഒരാളോട് കരുണ കാണിക്കട്ടെ, സമഹൻ നിദാബാ, അയാൾ വിൽക്കുമ്പോഴും വൈദസ്തറ വാങ്ങുമ്പോഴും വൈദക്തള കടമിടപാട് നടത്തുമ്പോഴും വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്. കച്ചവടത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച വേണം. കടം മേടിക്കുന്നിടത്തും കൊടുക്കുന്നിടത്തും ചിലപ്പോൾ 2 ദിവസം എക്സ്ട്രാ നീട്ടി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചിലരുടെ സംഖ്യ കുറച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ തവണകളായി നീട്ടേണ്ടി വരും. അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നവനോട് അല്ലാഹു തആല കരുണ കാണിക്കട്ടെ. മൻ അറാദ അൻ തുസ്തജാബ ദഅവത, ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വഅൻ തുക്ഷഫ ഖുർബത, ഒരാളുടെ പ്രയാസം നീക്കി കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഫൽയുഫർരിജ് അൻ മുഅ്സിരിൻ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവന് ആശ്വാസമാകട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നിന്റെ പ്രയാസം കുറച്ചോ മാറ്റിത്തരും. അപ്പൊ കടം കൊണ്ട് ഞെരുങ്ങുന്നവനെ സകാത്തിന്റെ അവകാശികളിൽ വരെ പെടുത്തിയതിന്റെ ഉദാഹരണം പോലും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബീ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു വ്യക്തി കുറച്ച് പണം കൊടുക്കാണ്ടായി. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ കാണുമ്പോൾ മിണ്ടാതെ നടക്കുന്ന, ഒളിഞ്ഞു നടക്കുന്ന, മാറി നടക്കുന്ന ഈ സഹോദരനെ തേടി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് കണ്ടപ്പോഴും അദ്ദേഹം മാറി നിൽക്കുകയും വാതിൽ തുറക്കാൻ വിസമ്മതിക്കുകയും ഒക്കെ ചെയ്ത രംഗം കണ്ടു. അപ്പോൾ സ്നേഹത്തോടുകൂടെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്നെ കണ്ടപ്പോൾ എന്തിനാ മാറി നിന്നത്? അദ്ദേഹം പറഞ്ഞു, കടമാണ്, ഞാൻ നിങ്ങൾക്ക് കടം തരാനുണ്ടല്ലോ, അത് തരാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ്. അബൂ ഖതാദ റഹിമഹുല്ലാഹ് തിരിച്ചു പറഞ്ഞു, സത്യമാണ്, അതാണ്, അതുകൊണ്ട് തന്നെയാണോ? അതെ. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ കടം മേടിക്കണതിനും മുൻപ് പിന്നെ ഒരു പ്രശ്നമില്ലാതെ മാറും. ഇത് ഒരു ഹദീസിൽ പറയാണ്, മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന്റെ പ്രയാസം അല്ലാഹ് മാറ്റിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഫൽയുനഫിസ് അൻ മുഅ്സരിൻ ഔ അൻ യളഅ അൻഹു, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം നീക്കി കൊടുക്കണമെന്ന്. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കൂല,
ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തില്ല, നീ ഉണ്ടാകുമ്പോ തന്നാ മതി. ഒരു ആശ്വാസം കൊടുക്കുകയും സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്ന രംഗവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് കാരണമുണ്ട് വീട്ടിൽ കൊടുക്കാൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ മറ്റെല്ലാം നടക്കുന്നുണ്ട്. അയാൾ ടൂർ പോകുന്നുണ്ട്, അയാൾ കറങ്ങി നടക്കുന്നുണ്ട്, അദ്ദേഹം അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്, എന്നാൽ അയാളുടെ കടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയായി കാണുമ്പോഴാണ് ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കടമുണ്ടെങ്കിൽ തരാനുള്ള വ്യക്തിന്റെ സാഹചര്യം വെച്ച് ഇനി നീ തരണ്ട, ഇനി എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റിയൊരു കേസാണെങ്കിൽ അങ്ങനെ ചെയ്യാം. 2, അയാൾക്ക് ഡേറ്റ് നീട്ടിക്കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാവാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടുകൾ കണ്ടെത്തി ആ മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്ന പണിയുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊന്നും കടം പേടിച്ചു വിലസാനുള്ള തീരുമാനത്തിനല്ല, ദുരിതക്കയത്തിൽ മുങ്ങുന്നവനെ രക്ഷപ്പെടുത്താനാണ് ഇസ്ലാം ഇത് പറഞ്ഞത്. ഹദീസിന്റെ 4ാമത്തെ ഭാഗം എന്താ പഠിപ്പിച്ചത്? വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റി കൊടുക്കുക. നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് 2 നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് മാറി ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ 4ഉം 5ഉം നേരത്തെ നല്ല നിറഞ്ഞ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ കാലത്താണ്. എന്നാൽ നമ്മളൊന്നൊരു സൈക്കിൾ എടുത്തൊന്ന് ഉള്ളേ ഏരിയകളിലൂടെ ഇറങ്ങി നടന്നാൽ 1 കിലോ അരിക്ക് മോഹിക്കുന്ന മനുഷ്യരുണ്ട്. റേഷൻ കടയിൽ കിട്ടുന്ന 2 or 4 കിലോ അരി കൊണ്ട് ഒരു മാസം തള്ളി നീക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വിശപ്പ് മാറ്റുക എന്നതൊരു വലിയ കാര്യമായിട്ട് എല്ലാ മനുഷ്യരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമായി കാണേണ്ടുന്ന ഒന്നാ. സ്വർഗക്കാരുടെ അടയാളം പറയാ, മിസ്കീനിനും യതീമിനും ഫക്കീറിനും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം കിട്ടിയത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല കൊതിച്ചു മോഹിച്ച നല്ല ഫ്രൂട്ട്സുമായി കൊണ്ടുവരികയാണ്. വഴിയരികിൽ ഒരു ഫക്കീറായ മിസ്കീനായ മനുഷ്യൻ കൊണ്ട് വല്ലതും തരണേന്ന് ചോദിക്കുകയാണ്. ഈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഈ സാധുവിന് കൊടുത്തു. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഫാത്തിമ ബീവി കയ്യിൽ ഒന്നുമില്ലാതെയാണ് കാണുന്നത്. അലിയാർ തങ്ങളോട് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു ഫക്കീറിനെ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാതായപ്പോൾ ഞാൻ ആ ഭക്ഷണ സാധനങ്ങൾ ആ മനുഷ്യന് കൊടുത്തു. ഫാത്തിമ ബീവി പറയാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല എന്നല്ല പറഞ്ഞത്, എനിക്കെന്റെ വയറ് നിറഞ്ഞു, എനിക്കെത്രയോ മതിയായി, എൻ്റെ മനസ്സും കുളിരണിഞ്ഞു എന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവ് ചെയ്ത ഈ നന്മയെ പ്രേരിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച വാക്കുകൾ കാണാൻ സാധിക്കും. അബൂ തൽഹാ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരു സാധുവായ മനുഷ്യൻ വിരുന്നു വന്നു. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അവർ ഭക്ഷണം കഴിക്കുന്ന പോലെ കാണിച്ചിട്ട് അതിഥിയായ മനുഷ്യന് ഭക്ഷണം കൊടുത്തു. ഇവർ ചവക്കുന്ന പോലെ കാണിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് വയറ് നിറപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ചു. വെള്ളം കിട്ടാതെ പൊറുതിമുട്ടിയ മദീനക്കാർക്ക് റൂമാ കിണർ മേടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാനം ചെയ്തു. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മുൽ മസാകീൻ, പാവങ്ങളുടെ ഉമ്മ എന്ന് വിളിക്കാൻ മാത്രം പട്ടിണി കണ്ട മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന രംഗം കാണാൻ സാധിക്കും. അവസാനമായി അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരൊറ്റ വാക്ക് അടിവരയിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിന്റെ അടിമകൾക്ക് നീ എന്ത് പരിഗണനയാണോ നൽകുന്നത് അതേ പരിഗണനയായിരിക്കും അള്ളാഹു നിനക്ക് നൽകുക. ഇത്രയും വിഷയങ്ങൾക്കിടയിൽ സാധുക്കളായ പാവപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങളിൽ നീ എന്ത് പരിഗണനയാണോ അവർക്ക് കൊടുക്കാറുള്ളത് അതുപോലെയായിരിക്കും നിന്റെ കാര്യത്തിൽ അള്ളാഹു പരിഗണിക്കുക. അള്ളാഹു